നമസ്കാരം. 4 വർഷത്തിലേറെയായി ലോകം ഒരു യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും നൂറുകണക്കിന് ജീവനുകൾ നഷ്ടമാകുന്ന, ആയിരക്കണക്കിന് കോടി ഡോളറുകൾ കത്തി നശിക്കുന്ന, ലോകരാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ച ഒരു മഹായുദ്ധം. അതാണ് റഷ്യ ഉക്രൈൻ യുദ്ധം. എന്നാൽ 2026 എത്തുമ്പോൾ ഒരു വലിയ ചോദ്യവും ഉയരുന്നുണ്ട്. ഇത്രയും കാലം മുന്നേറിയുന്ന റഷ്യ ഇപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് തളർന്നു പോയത്? എന്തുകൊണ്ടാണ് ചില സൈനിക വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് ഈ യുദ്ധത്തിന്റെ ഗതി ആദ്യമായി ഉക്രൈന്റെ പക്ഷത്തേക്ക് മാറുകയാണ് എന്ന്? ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തികളിൽ ഒന്നായ റഷ്യ, മറുവശത്ത് 1/4 ജനസംഖ്യ മാത്രമുള്ള ഉക്രൈൻ എന്ന ചെറിയ രാഷ്ട്രം. പക്ഷേ യുദ്ധഭൂമിയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പലരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നതും അതാണ്. 2026 യഥാർത്ഥത്തിൽ ഉക്രൈന്റെ വർഷമാണോ? യുദ്ധത്തിന്റെ തുടക്കത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. 2014 ക്രിമിയ പിടിച്ചെടുത്തതോടെ റഷ്യ ഉക്രൈന്റെ ഏകദേശം 7% നിയന്ത്രണത്തിലാക്കി. പിന്നീട് 2022 സമ്പൂർണ്ണ അധിനിവേശം ആരംഭിച്ചപ്പോൾ റഷ്യയുടെ നിയന്ത്രണം ഉക്രൈന്റെ 27% പ്രദേശം വരെ വ്യാപിച്ചു. അന്ന് ലോകം കരുതിയത് ഉക്രൈൻ ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തകരുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ സംഭവിച്ചത് മറിച്ചൊന്നാണ്. 2022 അവസാനം ഉക്രൈന്റെ പ്രത്യാക്രമണങ്ങൾ റഷ്യൻ സേനയെ പിന്നോട്ടടുപ്പിച്ചു. അമേരിക്ക കൂടി ഉക്രൈനെ പിന്തുണച്ചു. റഷ്യയുടെ നിയന്ത്രണം ഏകദേശം 18% ചുരുങ്ങുന്നത് ഇവിടെ വെച്ചാണ്. അതിലും അതിശയകരമായ കാര്യം മറ്റൊന്നാണ് കേട്ടോ. അതിനുശേഷം 3.5 വർഷം പിന്നിട്ടിട്ടും റഷ്യക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് വെറും 1.5% പ്രദേശം മാത്രമാണ്. അതായത് ലക്ഷക്കണക്കിന് സൈനികരെ നഷ്ടപ്പെടുത്തിയിട്ടും ഭൂപടത്തിൽ കാര്യമായ മാറ്റമൊന്നും സൃഷ്ടിക്കാൻ റഷ്യക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഈ വസ്തുത. ഇതിനുള്ള വില എത്ര വലുതാണ്? വിവിധ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യക്ക് ഇതുവരെ 12 ലക്ഷത്തിലധികം ആളുകളെ നഷ്ടമായിട്ടുണ്ട് എന്നാണ് കണക്ക്. കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരും ഇതിൽ ഉൾപ്പെടുന്നു. അതിൽ മാത്രം 5 ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് പാശ്ചാത്യന്റെ വിലയിരുത്തൽ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. റഷ്യയിലെ യുദ്ധപ്രായത്തിലുള്ള പുരുഷന്മാരുടെ ഏകദേശം 3% ആളുകൾ ഈ യുദ്ധത്തിന്റെ ഭാഗമായി ഇതിനകം തന്നെ നഷ്ടമായിരിക്കുന്നുണ്ട്. ഒരു ആധുനിക രാജ്യത്തിന് ഇത് വലിയൊരു ജനസംഖ്യാപരമായ ആഘാതമാണ്. എന്നാൽ ഉക്രൈന്റെ സ്ഥിതി അത്ര എളുപ്പമല്ല. ഉക്രൈൻ ഏകദേശം 6 ലക്ഷത്തോളം സൈനിക നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഉക്രൈന്റെ ജനസംഖ്യ കുറവായതിനാൽ അതിന്റെ ആഘാതം കൂടുതൽ ഗുരുതരവുമാണ്. യുദ്ധത്തിന്റെ പ്രായത്തിലുള്ള പുരുഷന്മാരിൽ ഏകദേശം 7% ആളുകളെയാണ് ഉക്രൈൻ നഷ്ടമായത്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ തന്ത്രം വളരെ ലളിതമായിരുന്നു. ഞങ്ങൾക്ക് കൂടുതൽ ആളുകളുണ്ട്, കൂടുതൽ വിഭവങ്ങളുണ്ട്, കൂടുതൽ കാലം യുദ്ധം ചെയ്യാൻ സാധിക്കും. ഒടുവിൽ ഉക്രൈൻ തകരും. പക്ഷേ 2026 ആ കണക്ക് തെറ്റി തുടങ്ങിയെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. റഷ്യയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ മനുഷ്യ വിഭവമാണ്. 2024 25 റഷ്യ പണം, ഭൂമി, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, കടം എഴുതിത്തള്ളൽ തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകി ആയിരക്കണക്കിന് പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി വല്ലാതെ മാറിയിരിക്കുന്നു. പ്രതിമാസം ഏകദേശം 35,000 സൈനിക നഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എത്രത്തോളം വലിയ നഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വലിയ നഷ്ടം നികത്താൻ ആവശ്യമായ പുതിയ സൈനികരെ കണ്ടെത്താൻ റഷ്യക്ക് ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് റിക്രൂട്ട്മെന്റ് നഷ്ടങ്ങളെ മറികടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പോലും റഷ്യക്ക് മുന്നിൽ രൂപപ്പെടുന്നത്. ഇത്രത്തോളം യുദ്ധം നീണ്ടുപോകുമെന്ന് റഷ്യയും കരുതി കാണില്ല. യുദ്ധഭൂമിയിലും വലിയ മാറ്റങ്ങളാണ് കാണാൻ തുടങ്ങിയിട്ടുള്ളത്. 2026 ഏപ്രിൽ ഒരു ശ്രദ്ധേയ സംഭവം തന്നെ നടക്കുന്നുണ്ട്. 23 ഉക്രൈൻ പ്രത്യാക്രമണത്തിന് ശേഷം ആദ്യമായി റഷ്യ ഒരു മാസത്തിനുള്ളിൽ ഭൂപ്രദേശം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 116 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം റഷ്യയുടെ നിയന്ത്രണത്തിൽ നിന്ന് പോയിരിക്കുന്നു. മെയ് മാസത്തിലും ഈ പ്രവണതയാണ് തുടർന്നു പോകുന്നത്. ഒരു വർഷം മുൻപ് റഷ്യ 100 കണക്കിന് ചതുരശ്ര കിലോമീറ്റർ പ്രദേശങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് നിലനിൽക്കാൻ പോലും ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഡോൺബാസ് പൂർണ്ണമായും കീഴടക്കുക എന്ന പുടിന്റെ ലക്ഷ്യം ഇപ്പോൾ വളരെ അകലെയാണ് എന്നാണ് പലരും പറയുന്നത്. എന്നാൽ യുദ്ധത്തിലെ ഏറ്റവും വലിയ മാറ്റം ഡ്രോണുകൾ തന്നെയാണ്. 20-ാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളിൽ ടാങ്കുകളായിരുന്നു രാജാക്കന്മാരെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിൽ ആ സ്ഥാനം ഡ്രോണുകളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ഉക്രൈൻ വർഷത്തിൽ ദശലക്ഷക്കണക്കിന് FPV ഡ്രോണുകൾ നിർമ്മിക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഒരു ചെറിയ ഡ്രോൺ, ചെലവ് വളരെ കുറവ്. പക്ഷേ ഒരു ടാങ്കിനെയോ കവചവാഹനത്തെയോ നശിപ്പിക്കാൻ ഇത് മതി തന്നെ. ഇന്ന് യുദ്ധമുന്നണിയിലെ മരണങ്ങൾ ഏകദേശം 70% കാരണം ഡ്രോണുകളാണ് എന്നാണ് വിലയിരുത്തുന്നത്. അതായത് വെടിയുണ്ടകളെക്കാളും പീരങ്കികളെക്കാളും അപകടകാരികളായിട്ട് ഡ്രോണുകൾ ഇപ്പോൾ മാറിയിരിക്കുന്നു. ഉക്രൈൻ ഇതിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അവർ യുദ്ധത്തിന്റെ നിയമങ്ങൾ തന്നെ മാറ്റിമറിച്ചു. മുൻപ് ഉക്രൈൻ റഷ്യൻ സൈന്യത്തെ നേരിട്ട് ആക്രമിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പോൾ അവർ മറ്റൊരു തന്ത്രമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. റഷ്യൻ സമ്പദ് വ്യവസ്ഥയും വിതരണ ശൃംഖലയെയും ആക്രമിക്കുക എന്നതാണ് അവരുടെ ആ തന്ത്രം. 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ, വെടിക്കോപ്പ് ഡിപ്പോകൾ, റെയിൽവേ പാതകൾ, എണ്ണ ശുദ്ധീകരണ ശാലകൾ എന്നിവയാണ് ഇപ്പോൾ ഉക്രൈന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. 2026 മാത്രം നിരവധി എണ്ണ ശുദ്ധീകരണ ശാലകളാണ് ആക്രമിച്ചിട്ടുള്ളത്. റഷ്യയുടെ എണ്ണ കയറ്റുമതിയും ഉൽപാദനവും കുറഞ്ഞതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം റഷ്യയുടെ യുദ്ധതന്ത്രം പ്രവർത്തിക്കുന്നത് എണ്ണയുടെയും വാതകത്തിന്റെയും വരുമാനത്തിൽ തന്നെയാണ്. ഓരോ എണ്ണ സംഭരണശാലയും കത്തി നശിക്കുമ്പോൾ അത് വെറും സാമ്പത്തിക നഷ്ടം മാത്രമല്ല വരുത്തിവെക്കുന്നത്, അത് യുദ്ധം തുടരാനുള്ള റഷ്യയുടെ കഴിവിനേറ്റ പ്രഹരം തന്നെയാണ്.
അതേസമയം റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ അതിസമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മോസ്കോ ഔദ്യോഗിക കണക്കുകളിൽ സാമ്പത്തിക വളർച്ച അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ചില പാശ്ചാത്യ പഠനങ്ങൾ യഥാർത്ഥ സ്ഥിതി അത്ര നല്ലതല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പണപ്പെരുപ്പം റഷ്യയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പലിശ നിരക്കുകൾ ഉയർന്ന നിലയിലാണ്. യുദ്ധച്ചെലവ് ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനനുസരിച്ചുള്ള വരുമാനം റഷ്യക്ക് ഇപ്പോൾ ഇല്ല. അതേസമയം സാധാരണ റഷ്യക്കാർക്ക് ജീവിത ചെലവ് വർദ്ധിച്ചു വരുന്നു. ഇതെല്ലാം യുദ്ധത്തോടുള്ള ജനങ്ങളുടെ ആവേശം കുറയ്ക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന തീരുമാനത്തിലേക്ക് ജനങ്ങൾ എത്തുകയാണ്. അതുപോലെ തന്നെയാണ് ഭരണകൂടവും സമ്മർദ്ദത്തിലാകുന്നത്. രാഷ്ട്രീയ രംഗത്തും ചില മാറ്റങ്ങൾ ഉക്രൈന് അനുകൂലമാകുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബില്യൺ യൂറോകളുടെ സഹായം ലഭിക്കാനുള്ള വഴി കൂടുതൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ജർമ്മനി, ബ്രിട്ടൻ, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളുമായി ഉക്രൈൻ സംയുക്ത ആയുധ നിർമ്മാണ പദ്ധതികളും ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ഉക്രൈൻ ഇന്ന് ലോകത്തിന് മാതൃകയാവുകയാണ് എന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. യുദ്ധഭൂമിയിൽ നിന്ന് ലഭിച്ച അനുഭവം ഇപ്പോൾ ഒരു കയറ്റുമതി ഉൽപ്പന്നം പോലെയാണ് മാറിയിരിക്കുന്നത്. അവർക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാൻ ഇത് വഴി തുറന്നു. ഇതിനിടെ പുടിന്റെ മുന്നിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്നാമത്തത് നിലവിലെ അതിർത്തികൾക്ക് സമീപം വെടിനിർത്തൽ അംഗീകരിക്കുക എന്നത്. പക്ഷെ അത് ചെയ്താൽ ഡോൺബാസ് മുഴുവൻ പിടിച്ചെടുക്കാമെന്ന വാഗ്ദാനം ഉപേക്ഷിക്കേണ്ടതായി വരും. അതിന് പുടിൻ തയ്യാറാകുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ടാമത്തെ കാര്യം വീണ്ടും വൻതോതിൽ സൈനികരെ നിർബന്ധിതമായി റിക്രൂട്ട് ചെയ്യുക എന്നതാണ്. പക്ഷെ അതിന് വലിയ രാഷ്ട്രീയ വില തന്നെയാണ് പുടിൻ നൽകേണ്ടി വരിക. മുമ്പ് നടന്ന മൊബിലൈസേഷനുകൾക്ക് പിന്നാലെ ലക്ഷക്കണക്കിന് റഷ്യക്കാർ രാജ്യം വിട്ടുപോയത് നമ്മൾ കണ്ട കാഴ്ചയാണ്. അതിനാൽ രണ്ട് തീരുമാനങ്ങളും അപകടം നിറഞ്ഞത് തന്നെയാണ്. ഇതിൽ ഏത് തീരുമാനമാണ് പുടിൻ സ്വീകരിക്കുക എന്നതാണ് ഇനി കണ്ടറിയാനുള്ളത്. അപ്പോൾ 2026 യഥാർത്ഥത്തിൽ ഉക്രൈന്റെ വർഷമാണോ? അത് പറയാൻ ഇനിയും സമയമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. റഷ്യ ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാണ് എന്ന് നമ്മൾ മറക്കരുത്. വലിയ വിഭവങ്ങളും ആണവായുധ ശേഖരവും അവരുടെ കൈവശമുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തവുമാണ്. 2022 റഷ്യയുടെ വിജയം അനിവാര്യമാണെന്ന് തോന്നിയിരുന്നു. 2026 ആ ആത്മവിശ്വാസം നമുക്ക് കാണാനും സാധിക്കുന്നില്ല. യുദ്ധഭൂമിയിൽ മുന്നേറ്റവും മന്ദഗതിയിലാണ്. സമ്പദ് വ്യവസ്ഥ സമ്മർദ്ദത്തിലാണ്. സൈനിക നഷ്ടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതേസമയം ഉക്രൈൻ പുതിയ സാങ്കേതിക വിദ്യകളുടെ പാശ്ചാത്യ പിന്തുണയും ഉപയോഗിച്ച് പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവർ തോൽക്കാൻ തയ്യാറുമല്ല. അതിനാൽ പല വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു ചോദ്യം ഉയർന്നിരിക്കുന്നു. ഈ യുദ്ധത്തിൽ റഷ്യ വിജയിക്കുമോ എന്നതല്ല, റഷ്യക്ക് ഈ യുദ്ധം എത്ര കാലം കൂടി തുടരാൻ സാധിക്കുമെന്നതാണ് ആ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും ഉക്രൈൻ യുദ്ധത്തിന്റെ ഭാവിയും യൂറോപ്പിന്റെ ഭാവിയും ഒരുപക്ഷെ നിർണ്ണയിക്കാൻ പോകുന്നത്. ഉക്രൈൻ എന്ന രാഷ്ട്രം അതിസങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. റഷ്യ എന്ന വമ്പൻ ശക്തിയെ അവർ നെഞ്ചുവിരിച്ച് നേരിട്ടു. അമേരിക്കയാണ് ഈ യുദ്ധത്തിന് പിന്നിലെ പ്രധാന ചാലക ശക്തിയായി പ്രവർത്തിച്ചത്. പിന്നീട് അമേരിക്കയ്ക്കും ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടതായി വന്നു. എങ്കിലും തോറ്റുകൊടുക്കാൻ ഉക്രൈൻ ജനത തയ്യാറായില്ല. അവർ പോരാടിക്കൊണ്ടേയിരുന്നു. റഷ്യക്ക് വേണ്ടി ഉത്തര കൊറിയൻ പട്ടാളക്കാർ തന്നെ രംഗത്തിറങ്ങി. അവരുടെ ഡ്രോണുകളും സാങ്കേതിക വിദ്യയും റഷ്യ ഉപയോഗിച്ചു. എന്നിട്ടും ഇപ്പോൾ റഷ്യക്ക് എന്താണ് സംഭവിച്ചത്? 4 വർഷം യുദ്ധം ചെയ്തിട്ട് റഷ്യയും ഉക്രൈനും എന്താണ് നേടിയത് എന്ന പ്രസക്തമായ ചോദ്യം കൂടി ലോകത്ത് ഉയരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും വേണം. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് കൈവയ്ക്കാൻ ഒരു രാജ്യത്തിനും അധികാരമില്ല എന്നത് വീണ്ടും നമ്മൾ ഓർക്കുകയും വേണം. അപ്പോൾ എന്താണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. എന്റെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. ഒപ്പം ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.